കാര്യം കഴിഞ്ഞ ഓരോ ചിന്തിക്കുന്നവരും അന്വേഷണാത്മകമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നവരെല്ലാം അത് വിലയിരുത്തുകയാണ്. പക്ഷെ അപ്പോഴും ഒരു വിഭാഗം ഇവിടെ ചേലാരി ചന്തയിലെ ഇറച്ചിക്കച്ചവടത്തിന്റെ ഒരവസ്ഥ, ഞാനത് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയുക എന്ന് വിചാരിക്കരുത്. കാരണം ഈ ചന്തകളിലൊക്കെ ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം എന്നറിയാം നിങ്ങൾ? യഥാർത്ഥത്തിൽ അവർ അറക്കുന്നത് എരുമനെയായിരിക്കും, എന്നിട്ട് പോത്തിന്റെ തല കാണിക്കും. ഇത് പോത്താണ്, പക്ഷെ ഈ പോത്തിന്റെ തല കാണിച്ച് എരുമ കച്ചവടം നടത്തുന്ന മുടിയൊന്നും വിട്ടിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ മൈക്കേക്ക് വരാൻ അത് കാര്യം കഴിഞ്ഞാൽ റൈസാൻ ചെയ്യണേ പോലെ നല്ല നല്ല ആലിമീങ്ങളുടെ ഫോട്ടോ കാണിച്ച് ഞങ്ങൾ ഇതിന്റെ പിന്നിലാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിൽ വല്ലാതെ കണ്ടുവരുന്നുണ്ട്. അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നും ചെയ്യാനില്ല, പറയാനില്ല. സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ? അതിനുള്ള ഒരു പരിഹാരം ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയൊക്കെ ആളുകളാണെന്ന് പറഞ്ഞു. കാരണം ശംസുൽ ഉലമക്കും കണ്ണിയത്ത് ഉസ്താദിനും സമൂഹത്തിലുള്ള ആ ബഹുമാനവും ആദരവും അത് ഒരു പിടിവള്ളിയാക്കി, അല്ലേ? അതൊരു പിടിവള്ളിയാക്കി സമൂഹത്തിന്റെ പിന്നിൽ, സമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കുക, തൂങ്ങിപ്പിടിച്ച് നിൽക്കുക എന്നല്ലാതെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുമില്ല. ഞാനൊരൊറ്റ കാര്യം ചോദിക്കുകയാണ്, ഒരൊറ്റ കാര്യം. ക്ലാസ് റൂമിൽ വിഘടിത വിഭാഗത്തിന്റെ ഏതെങ്കിലും പ്രവർത്തകരുണ്ടെങ്കിൽ ആത്മാർത്ഥമായി, കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ആത്മാർത്ഥമായി ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്കോ നിങ്ങളുടെ സംഘടനകൾക്കോ സാധ്യമല്ല. അക്കാര്യം ഉറപ്പാണ്. അതായത് ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ആളുകളാണെന്ന് അവകാശപ്പെട്ട് നടക്കുന്നവരോട് എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. ഒരു കിൻഡൽ ചാക്ക് തലയിൽ ഏറ്റുവെക്കാൻ മാത്രമുള്ള ഭാരമുള്ളതൊന്നും അവരോട് നമ്മൾ പറയുന്നില്ല. ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, യഥാർത്ഥമായി കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും അംഗീകരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന അവകാശവാദം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വിഭാഗത്തിനുണ്ടെങ്കിൽ, ഒരു ചെറിയ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സമുദായത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതും അവരുടെ ഇൽമിന്റെ ആഴവും എല്ലാം നമുക്കറിയാം. പക്ഷെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെ അംഗീകരിച്ച്, ഞങ്ങൾ ശംസുൽ ഉലമയെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുന്നവരാണെങ്കിൽ ഒരൊറ്റ കാര്യം നമുക്ക് അവരോട് ചോദിക്കാം. ശംസുൽ ഉലമ ചെയ്ത ഒരു ചെറിയ പ്രവർത്തനം, ശംസുൽ ഉലമ ചെയ്ത ഒരു ചെറിയ പ്രവർത്തനം ഈ വിഭാഗത്തിന് ചെയ്യാൻ പറ്റുമോ എന്നാണ്. എന്താ അതെന്നറിയങ്ങള്? ശംസുൽ ഉലമയുടെ വലിയൊരു ആദർശം കേട്ടാൽ ചെറുതാണ്, പക്ഷേ ശംസുൽ ഉലമയുടെ മുമ്പിൽ വലിയ ഒരു ആദർശമായിരുന്നു. ഇന്നലെ നമ്മുടെ വഹാബ് സഖാഫിയുടെ പ്രസംഗം നമ്മൾ റെക്കോർഡായി കുറെ സമയം കേട്ടു. പക്ഷെ അതിലൊക്കെയും മഹാനായ വഹാബ് സഖാഫി പറഞ്ഞതുപോലെ ആദർശമുള്ളവരാണെങ്കിൽ ആദർശത്തിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം. ശംസുൽ ഉലമയുടെ വലിയൊരു ആദർശമായിരുന്നു. ഞാനൊരു ചെറിയ ഒരു ഫിഖ്ഹിയായ നിലക്ക് തന്നെ ചർച്ച മുന്നോട്ട് പോയിക്കോട്ടെ എന്ന നിലക്കാണ് ഞാൻ ഈ വിഷയം എടുത്തത്. ജുമുഅയുടെ മുമ്പുള്ള ഒരു പ്രസംഗം കേട്ടാൽ വളരെ ചെറുതാനല്ലേ, വളരെ ഒരു ചെറിയ സിമ്പിൾ വിഷയമാണ്. നമുക്കൊന്ന് അതിലത്തെ പത്രത്തെ ചർച്ച ചെയ്യാൻ മാത്രമെന്ന്. പക്ഷേ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും പേര് പറയുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചെറിയ സിമ്പിൾ വിഷയമാണെങ്കിലും മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും, നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കൊക്കെ ആ വിഷയം അറിഞ്ഞിക്കണോ നിങ്ങൾക്കറിയില്ല.
കന്നിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും പറയുന്നത് സുന്നിവാദമല്ല, അത് സുന്നി ആശയമല്ല എന്നാ ഇവര് പറയുന്നത്. ആ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ട ക്ലാസ് റൂമിലുള്ളവരോട്, ആ ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് അടിക്കുന്ന വ്യക്തിയോട് പറയുന്ന ആ വിഷയം നിങ്ങൾക്കറിയുമോ? ശംസുൽ ഉലമയും കന്നിയത്ത് ഉസ്താദും പറയുന്നത് സുന്നിവാദമല്ല, അത് സുന്നി ആശയമല്ല എന്നാണ് ഈ വിഭാഗം എഴുതി പ്രസംഗിച്ച് നടക്കുന്നത്. ആ വിഷയം അറിയോ? ആരാ പറഞ്ഞത്? ആരാരുമല്ല, ഷാച്ചാൽ മുസ്തഫൽ ഫൈസി പറയാ. ഷാച്ചാൽ മുസ്തഫൽ ഫൈസി പറയാണ് കന്നിയത്ത് പറയുന്നത് സുന്നി ആശയമല്ല, ശംസുൽ ഉലമ പറയുന്നത് സുന്നി ആശയമല്ല. ക്ലാസ് റൂമിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, അങ്ങനെ മുസ്തഫൽ ഫൈസി പറഞ്ഞിട്ടില്ല എന്നൊക്കെ അഭിപ്രായം എന്തെങ്കിലും റൈസാൻ ചെയ്യുക, എവിടെ പറഞ്ഞിക്കുന്നു, എങ്ങനെ പറഞ്ഞിക്കുന്നു ചോദിക്കാം. സംശയമുള്ളവർ ആർക്കും വരാം, യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഒക്കെ നിങ്ങൾ മഹാനായ ശംസുൽ ഉലമ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് താൻ 70ഓളം മഹല്ലത്തിൽ ഖാളിയായിരുന്നു ശംസുൽ ഉലമ. ആ 70 മഹല്ലത്തിൽക്കും ശംസുൽ ഉലമ കത്തെഴുതുകയാണ്, ഞാൻ ഖാളിയാവുന്ന മഹല്ലത്തിൽ ജുമുഅയുടെ മുന്നേ പ്രസംഗിക്കരുത്. ജുമുഅയുടെ മുന്നേ പ്രസംഗിക്കുന്ന ആദർശത്തിന്റെ ആ ഗൗരവത്രേ, ആ ശംസുൽ ഉലമയുടെ ആ ഒരു ചെറിയ വിഷയത്തിൽ, ജുമുഅയുടെ മുന്നത്തെ പ്രസംഗത്തിലുള്ള ഒരു ചെറിയ വിഷയത്തിൽ വരെ ശംസുൽ ഉലമയുടെ ആദർശത്തിന്റെ ശക്തി, ഇന്ന് ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞ് നടക്കുന്നവർ കാറ്റിക്കൂട്ടുന്ന പേക്കൂട്ടുകൾ പല പ്രാവശ്യം ഒരുപാട് പ്രസംഗത്തിലൂടെയും നമ്മുടെ നാടുകളിലുള്ള അനുഭവങ്ങളിലൂടെയും ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. ഞങ്ങൾക്കെന്ന് മുതലാണ് ശംസുൽ ഉലമയോട് സ്നേഹവും ആദരവും? അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര മൈക്കല്ലെങ്കിൽ റൈസാൻ ചെയ്യും, നമുക്ക് ചർച്ച ചെയ്യാന്ന് മുന്നോട്ട് പോവാം. അല്ല, അൻവർ ഉസ്താദിന്റെ കഴിഞ്ഞില്ലേ? അൻവർ ഉസ്താദ് ഒരു ഫോം ബെല്ല വെച്ചപ്പോ മൈക്കാരെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉള്ളതൊന്നും ഇങ്ങനത്തെ ചോദ്യം ആയിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. അൻവർ ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? അൻവർ ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? അൻവർ ഉസ്താദ് തിരിച്ചു വരാതിരിക്കൂല, കാരണം മൈക്ക് ഏൽപ്പിച്ചിങ്ങാണ്ട് ഇനി ഞങ്ങളെന്ന് കൈകാര്യം ചെയ്തോളിന്ന് അങ്ങനെ അൻവർ ഉസ്താദ് കേൾക്കാൻ സാധ്യത ഇല്ല. ഏതായാലും നോക്കിങ്ങളെ, ഒരു ചെറിയ വിഷയല്ലേ, ഒരു ചെറിയ വിഷയമാണ് ജുമുഅയുടെ മുന്നത്തെ പ്രസംഗല്ലേ. ആർക്കെങ്കിലും ഞാൻ പറയട്ടെ, 900 മഹല്ല് ഞങ്ങളുടെ കീഴിലാണെന്ന് അവകാശപ്പെടുന്നവർ, 900 മഹല്ല് ഞങ്ങളുടെ കീഴിലാണെന്ന് അവകാശപ്പെടുന്നവർ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ശംസുൽ ഉലമയോട് സ്നേഹവും ആദരവും, ശംസുൽ ഉലമയുടെ ആശയമാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾ ആ മഹാനുഭാവനെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന നിലക്കാണ് നിങ്ങൾ ശംസുൽ ഉലമയെ അംഗീകരിക്കുന്നതെങ്കിൽ ഒരു സർക്കുലർ ഈ 900 മഹല്ലത്തുകളിലേക്ക്, എന്ത് ഈ സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ, ഏത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ ഇവരംഗീകരിക്കുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ അംഗീന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ സമസ്തയുടെ കീഴിൽ രജിസ്ട്രേഷൻ ചെയ്ത മഹല്ലത്തുകളിലൊന്നും ജുമുഅയുടെ മുന്നേ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കത്തെഴുതാൻ ഇവർക്ക് സാധിക്കുമോ? ഇല്ല. കാരണം ഇവരുടെ ഖൗമത് അംഗീകരിക്കില്ല. അത് ശംസുൽ ഉലമ ഇത് ഹറാമാണ്, അല്ലെങ്കിൽ കന്നിയത്ത് ഉസ്താദ് അശദ് കറാഹത്താണ്. എത്രത്തോളം ശംസുൽ ഉലമ പറഞ്ഞു എന്നറിയാം നിങ്ങൾക്ക്? അവരുടെ ജുമുഅയുടെ മുന്നേ പ്രസംഗിക്കുന്നവരോടും പ്രസംഗിക്കുന്നവരോട് ബന്ധപ്പെടുന്നവരോടും ബന്ധപ്പെടാൻ പാടില്ല എന്നാണ്. അപ്പൊ ആ ഒരു വിഷയത്തിന്റെ ഗൗരവം എത്രയായിരിക്കും അല്ലേ? എന്ത് ജുമുഅയുടെ മുന്നേ പ്രസംഗിക്കുന്നവരോടും പ്രസംഗിക്കുന്നവരോട് ബന്ധപ്പെടുന്നവരോട്. അപ്പോൾ ജുമുഅയുടെ മുന്നേ പ്രസംഗിക്കുന്ന ഒരു ഖത്തീബാണെങ്കിൽ ഈ ഖത്തീബിനോട് ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ആ ബന്ധപ്പെടുന്നവരോട് പോലും സംസാരിക്കൽ ശൈഖുനാക്ക് വെറുപ്പായിരുന്നു എന്ന് ശംസുൽ ഉലമയുടെ ശിഷ്യന്മാര് തന്നെ വളരെ വ്യക്തമായ ഭാഷയിൽ എഴുതിയതാ. എന്നിട്ട് മഹാനായ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സംഘടനയും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ കൊഞ്ഞനം കാട്ടി
ജനങ്ങളുടെ മുമ്പിൽ അവർ തന്നെ വഷൾത്തരമാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കാനുമില്ല, പ്രവർത്തിച്ചത് പറയാനുമില്ല. അവസാനം സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ ശംസുൽ ഉലമയെയും ഈ കന്നീയത്ത് ഉസ്താദിനെയും വാസ്തവത്തിൽ ഇവർ കഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് മുന്നോട്ടു പോവാൻ മറ്റ് യാതൊരു മാർഗവുമില്ലാത്തതിന്റെ പേരിൽ ഇവരിവരെ പിടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊക്കെയും നമ്മുടെ SYSന്റെ മഹത്തായ സമ്മേളനങ്ങൾ കടന്നു വരികയാണ്. അതിന്റെ ഒരുപാട് ഹൈവേ മാർച്ചും ആ ഹൈവേ മാർച്ചിലുള്ള പ്രസംഗങ്ങളും ഒക്കെയും നമ്മൾ കേട്ടു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ യഥാർത്ഥമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും അതിന്റെ യഥാർത്ഥമായ നേതൃത്വം അത് നമ്മളുടേത് തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഈ നേതൃത്വത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി എല്ലാ സമയത്തും ദുആ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. കാരണം ഞാൻ എന്റെ ക്ലാസ് റൂമിലുള്ള ചിലവരോട് ഞാൻ ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്, ഒരു വിനയത്തിന്റെ ഭാഷയിൽ. കാരണം ചില ആളുകള് ചിലപ്പം അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം എന്തൊക്കെയോ വിചാരിച്ച് മറ്റുള്ള ക്ലാസ് റൂമിൽ പോയി വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് വേണ്ടാത്തതായ ടെക്സ്റ്റുകൾ അടിച്ച് വെറുതെ അവരെ കൊണ്ട്, ഞാനിത് പറയാൻ കാരണം എന്താ, അവരെ കൊണ്ട് നമ്മുടെ നേതാക്കന്മാരെ വേണ്ടാത്തത് പറയിപ്പിക്കാനുള്ള അവസരം ചിലപ്പം ചില സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു വേദന. ചിലപ്പം അവരെ ദേഷ്യം പിടിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവരെന്താണ് ഇതിന് ഉത്തരം പറയുക. നിങ്ങൾക്കറിയും അവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അവരൊരു നല്ലത് ചിന്തിച്ച് പ്രവർത്തിക്കല്ല. അവരുടെ ആകെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നേതാക്കന്മാരും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ മഹാനായ കാന്തപുരം ഉസ്താദ് എന്താ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ എതിര് പറയുക, അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് യാതൊരു ലക്ഷ്യവുമില്ല. പിന്നെ എന്തിനാണ് അവരെന്താണ് ഇതിന് മറുപടി പറയുക എന്ന് അറിയാൻ വേണ്ടി വേറെ ഏതെങ്കിലും ക്ലാസ് റൂമിൽ പോയി ടെക്സ്റ്റ് അടിക്കാനും അതല്ലെങ്കിലും മൈക്ക് എടുത്ത് വേണ്ടാത്തത് ചോദിക്കാനുള്ള ആവശ്യം ഇല്ല. അതുകൂടി എന്റെ പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് ശംസുൽ ഉലമയുടെയും കന്നീയത്ത് ഉസ്താദിന്റെയും അവര് കാണിച്ചു തന്ന, അവര് പതിപ്പിച്ചു തന്ന ആശയവും ആദർശവും ജനങ്ങൾക്കുപകാരപ്രദമായ പ്രവർത്തനവും നടത്തിക്കൊണ്ടാണ് നമ്മുടെ SYS അഥവാ സമസ്ത കേരള സുന്നി യുവജന സംഘം മുന്നോട്ട് പോകുന്നത്. അൽഹംദുലില്ലാഹ് കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും നമ്മുടെ പ്രവർത്തകർ വളരെ സജീവമായി നമ്മുടെ സംഘടനയെക്കുറിച്ചും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അതിമഹത്തായ നിലക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പേരിന് എന്താണ് ഗ്രാൻഡ് ഫിനാലെ എന്തോ പറഞ്ഞിട്ട് പിന്നാലെ പോയി കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ചില ഒരു പ്രചരണ പരിപാടികളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോ വല്ലാത്തൊരു ലജ്ജ തോന്നുകയാണ്. ഒരു അങ്ങാടികളിൽ വന്ന്, ഒരു കവലകളിൽ വന്ന് ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരുടെ അന്തമില്ലാത്ത പ്രസംഗങ്ങൾ കേൾക്കുമ്പോ ചിന്തിക്കുന്ന, പത്രങ്ങൾ വായിക്കുന്ന, ചാനലുകൾ കാണുന്നവർ തന്നെ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഈ വിഭാഗം ഇന്നും ഈ അസൂയയുമായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. കാരണം കേരളത്തിലുള്ള SYSന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വളരെ വ്യക്തമായി കാണുകയാണ്. എന്താ നിങ്ങൾ നോക്കിയോ, ഇന്നലത്തെ സ്വരാജ് ദിനപത്രങ്ങൾ കണ്ടോ? മഹാനായ പൊന്മല ഉസ്താദ് SYSന്റെ സംസ്ഥാന പ്രസിഡന്റ് ചരങ്ങനെ പൊട്ടിക്കുന്ന ഫോട്ടോ ആരെക്കൊണ്ടാ അത് സാധിക്കുക? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊണ്ടാ സാധിക്കുക? ആ സംഘ കുടുംബത്തിലെ കൃഷിയുടെ ഉദ്ഘാടനം നല്ല ജനങ്ങൾക്ക് തിന്നാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പച്ചക്കറി SYSന്റെ ഒരു മതസംഘടനയുടെ കീഴിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ
പരിപാടികളുമായി മുന്നോട്ടു പോകുന്ന ഒരു പ്രസ്ഥാനത്തെ, ഒരു സംഘടനയെ ഇപ്പോഴും ജനമധ്യത്തിൽ വെച്ച് കൊച്ചായി കാണുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങളാണ് കൊച്ചാകുന്നത്, ഞങ്ങളുടെ ഈ പ്രസംഗം കൊണ്ട് ഞങ്ങളാണ് കൊച്ചാകുന്നത് എന്ന് ചിന്തിക്കാൻ പോലും ഒരു മുഹ് മാഫീന മുമ്പാലോ പറഞ്ഞ രൂപത്തിലാണ് ഈ വിഭാഗത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ പ്രസംഗങ്ങളും കേൾക്കും, ഇവർക്കാകെയുള്ളതാണ്. കന്നിയത്തുസ്താദ് ദ്വാരുന്നു മുഖം കെട്ടു, കന്നിയത്തുസ്താദ് ദ്വാരുന്നു മുഖം കെടുത്ത്, ഇങ്ങനത്തെ ഈ ഏതോ കാലത്ത് ചെതലരിച്ചു പോയ ഇത്തരം ആശയങ്ങളൊക്കെ എടുത്ത് ഇപ്പോഴും പ്രസംഗിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ ഒഴിവില്ലാതെ ആ മഹാനായ കാന്തപുരം ഉസ്താദിനെയും കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ സംഘടനയെയും ജനങ്ങളുടെ ഇടയിൽ വെച്ച് കൊച്ചായി കാണുമ്പോൾ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ മറ്റു മേഖലകളും മനസ്സിലാക്കിയവർ തന്നെ നാണിച്ച് തല താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഞാൻ എന്റെ ഉസ്താദ് മൈക്കെടുക്കാൻ പറഞ്ഞപ്പോ ഒന്ന് മൈക്കെടുത്തതാണ്. പലപ്പോഴും ഇങ്ങനെ പറയണമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ശംസുൽ ഉലമയെയും കന്നിയത്തുസ്താദിനെയും ഇവർ ഈ വാനോലം പുകഴ്ത്തുന്നതും അതല്ലെങ്കിൽ ഈ ഫോട്ടോ വെച്ച് നടക്കുന്നതും വാസ്തവത്തിൽ ആ മഹാരഥന്മാരുടെ ആദർശത്തിന്റെ വാക്താക്കളായതിന്റെ പേരിലല്ല, പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളിയും ഇല്ലാത്തതിന്റെ പേരിൽ ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ മുന്നിൽ കാണിച്ച് എങ്ങനെയെങ്കിലും സമൂഹത്തിൽ പിടിച്ചു നിൽക്കണ്ടേ എന്ന് വിചാരിച്ച് എന്നല്ലാതെ കണ്ട് ഇവർക്ക് വാസ്തവത്തിൽ ശംസുൽ ഉലമയുടെ ആദർശം വല്ലേക്കല്ല, കന്നിയത്തുസ്താദിന്റെ ആദർശവും ഇല്ല. അതുകൊണ്ടാണല്ലോ കന്നിയത്തുസ്താദും ശംസുൽ ഉലമയും പറഞ്ഞതൊന്നും സുന്നിവാദമല്ല എന്ന് സാക്ഷാൽ മുസ്തഫൽ ഫൈസി പറയാൻ കാരണം. വളരെ വ്യക്തമായി പറയാ, ജുമുഅയുടെ മുമ്പെയുള്ള പ്രസംഗത്തെക്കുറിച്ച് മഹാനായ കന്നിയത്തുസ്താദും ശംസുൽ ഉലമയ്ക്കയും നഖശിഖാന്തം അതിനെ എതിർത്തപ്പോ അത് സുന്നിവാദമല്ല എന്ന് വരെ പച്ച മലയാളത്തിൽ എഴുതി വെക്കാൻ ഇവർക്കൊന്നൊരു മടിയുമുണ്ടായില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ശംസുൽ ഉലമയെയും കന്നിയത്തുസ്താദിനെയും അംഗീകരിച്ച ഒരു ജീവിത രീതിയൊന്നല്ല ഇവലേക്കല്ലത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശംസുൽ ഉലമ ഖാലിയായിരുന്ന മഹല്ലത്തിൽ പ്രസംഗിക്കരുത്. എന്നാൽ ശംസുൽ ഉലമയുടെ ആളുകളാണെങ്കിൽ 900 മഹല്ല് ഞങ്ങളുടെ കീഴിലാണെന്ന് പറയുന്നവരോട് ആ ശംസുൽ ഉലമയുടെ ഒരു ചെറിയ ആശയം അല്ലേ, വലിയൊരു ഭാരമുള്ള ഒരു പ്രയാസകരമായ ഒരു വിഷയമൊന്നുമല്ലല്ലോ. ഈ ഞങ്ങൾ അംഗീകരിക്കുന്ന നേതാവ് ഈ വിഷയം ഇഷ്ടപ്പെടാത്ത ആളാണ്. അതുകൊണ്ട് ആ മഹാനുഭാവനോടുള്ള ആദരവിന്റെ ഭാഗമായി ആ മഹാനുഭാവൻ ഞങ്ങൾക്ക് പതിപ്പിച്ചു തന്ന ആദർശത്തിന്റെ ഭാഗമെന്നോണം ഈ മഹാനുഭാവന്റെ പേരിൽ നടക്കുന്ന മഹല്ലത്തുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊന്ന് നീക്കം ചെയ്യട്ടെ എന്ന് പോലും ഇവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചന്തകളിൽ നടക്കുന്നത് പോലെ, ചേലാരി ചന്തകളിലൊക്കെയും നടക്കുന്നത് പോലെ എരുമനെ അറുത്ത് പോത്തിന്റെ തല കാണിച്ച് എരുമ കച്ചവടം ചെയ്യുന്നത് പോലെ ശംസുൽ ഉലമയെയും കന്നിയത്തുസ്താദിനെയും കാണിച്ച് ഇവർ വിചാരിച്ച എന്തൊക്കെയോ പേക്കൂത്തുകൾ, എന്തൊക്കെയോ കാര്യങ്ങൾ സമൂഹത്തിൽ നടപ്പിൽ വരുത്തുന്നു എന്നല്ലാതെ കണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ കൈവശം ആദർശവുമില്ല ആശയവുമില്ല. അല്ലാഹു തആല ആദർശവും ആശയവുമില്ല നമ്മുടെ നേതൃത്വത്തിന്റെ പിന്നിലായി ഇനിയും ദീർഘകാലം ജീവിക്കുവാനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ദീനീ രംഗത്ത് നടപ്പിൽ വരുത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്. അനുവദിച്ചാൽ പോയോ മൈക്കിനെ ഏൽപ്പിച്ചെങ്ങാണ്ട്? ഏതായാലും ഞാൻ മൈക്കയിൽ കൂടുതൽ തുടരുന്നില്ല. ഇൻഷാ അള്ളാ അത്തരം കാര്യങ്ങളൊക്കെയും എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരൊക്കെയും മനസ്സിലാക്കി നമ്മുടെ ആശയങ്ങളെക്കുറിച്ചും ആദർശങ്ങളെക്കുറിച്ചും ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വളരെ ആവേശകരമായുള്ള ഒരു സമ്മേളനമാണ് നമുക്ക് വരാനുള്ളത്. വളരെ അർത്ഥഗംഭീരമായ ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ മുൻനിർത്തി മഹാനായ പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ SYS തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യം
പക്ഷേ പലതും പുറത്തേക്ക് വിടുമ്പോൾ പാരകൾ വെച്ച് നടക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ നേതാക്കന്മാർ സമയബന്ധിതമായി ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും. ഇന്ന കാര്യം ഇന്ന സമയത്ത് പ്രവർത്തിക്കണമെന്ന് നമ്മളോട് പറയുമ്പോ നമ്മുടെ ഗൾഫ് മേഖലയിലാണെങ്കിലും നമ്മുടെ നാടുകളിലാണെങ്കിലും അതൊക്കെയും പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഉപകരിക്കുന്നത്. ആരോ എന്തോ വിളിച്ചു പറയട്ടെ, ആ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിക്കാതെ അതിനെല്ലാം മറുപടി പറയണമെന്ന് ജീവിച്ച് ഞാൻ വിചാരിച്ച് മുന്നോട്ട് പോയാൽ മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്ക് ഈ മറുപടി പറയാനേ നേരം കിട്ടുകയുള്ളൂ. നമുക്ക് ഈ മറുപടി പറയാനേ നേരം കിട്ടുകയുള്ളൂ, നമുക്ക് പ്രവർത്തിക്കാൻ നേരം കിട്ടൂല. നമ്മുടെ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതെന്താ? പ്രവർത്തിച്ച് ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ള ആ വലിയ ഒരു തത്വം. അല്ലാതെ മറുപടി പറഞ്ഞ് ഒരു വിഭാഗത്തെയും നമുക്ക് പരാജയപ്പെടുത്താനൊന്നും ചിലപ്പോൾ സാധിച്ചോന്നില്ല. മറുപടി പറയുന്നതിനനുസരിച്ച് അതിനെതിരെ വേറെന്തെങ്കിലും ആരോപണങ്ങൾ കൊണ്ടുവന്ന് ചിലപ്പോൾ ഒന്നുമല്ലാതെയാക്കും. പക്ഷെ നല്ല നല്ല പ്രവർത്തനം പാലക്കാട് ജില്ലയിലായാലും കോഴിക്കോട് ജില്ലയിലായാലും ഓരോ ജില്ലകളിലേക്കൊക്കെ പോയി നോക്കിയാൽ, ഓരോ ജില്ലകളിലുള്ള താലൂക്ക് ആസ്പത്രികളിലേക്കൊക്കെ പോയി നോക്കിയാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ SYSന്റെ സഫ്വ അംഗങ്ങളും സ്വാന്തനം വളണ്ടിയേഴ്സൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹമാകുന്നത്. 1989 ഒരു സമസ്ത പിളർന്നപ്പോ അന്നൊക്കെയും പലവരും ഇങ്ങനെ പറഞ്ഞിരുന്നു, ദൗർഭാഗ്യകരമായി പോയി സമസ്തയിലെ പിളർപ്പിന്. അല്ല, ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അനിവാര്യമായിരുന്നു. അല്ലെ, ഈ പിളർപ്പ് അനിവാര്യമായിരുന്നു. അൽഹംദുലില്ലാ. ഇന്നും നമ്മൾ ഈ കൗമിന്റെ പിന്നാലെയാണ് ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ ഈ നേതാക്കന്മാർ ഈ കൗമിന്റെ പിന്നാലെയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന SYSന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മൾക്ക് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ആ ഒരു പിളർപ്പ് അനിവാര്യമായിരുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഫിഖിന്റെ പല മസല നോക്കൊണ്ടു ചില കാര്യങ്ങൾ വ്യക്താവൂല, കുറച്ച് കഴിഞ്ഞാലാണ് അത് വ്യക്താവുക. അത് സംഗതി ഇങ്ങനെയെന്ന്. അപ്പൊ ഞാൻ വേണമെങ്കിലും ഒരു ചെറിയ ഹൈലൻഡ് അവസര പറയാം നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോ അങ്ങനെ ഒരു 1-ാം തീയതി 5 മണിക്കൂർ രക്തം കണ്ടു, 3-ാം തീയതി 10 മണിക്കൂർ രക്തം കണ്ടു, 5-ാം തീയതി 6 മണിക്കൂർ രക്തം കണ്ടു. അപ്പോഴൊന്നും ഒരു ഹൈലാണെന്ന് വ്യക്താവൂല. പിന്നെ അങ്ങനെ ഒരു 15 ദിവസത്തിന്റെ ഉള്ളിൽ ആകെ കണ്ടത് 24 മണിക്കൂറായ അപ്പെന്താവും? ഈ കണ്ടതൊക്കെ ഹൈലാണെന്ന് അപ്പ ബോധ്യപ്പെടും. എന്നതുപോലെ ചിലപ്പം തുടക്കത്തിൽ നമുക്കറിയില്ല അതെന്താകാണ്. പക്ഷെ അന്നൊക്കെയും നമുക്ക് തോന്നി അത് ആലിമീങ്ങളുടെ പിളർപ്പ് ദൗർഭാഗ്യകരമായി പോയിന്ന്. പക്ഷെ ഇന്ന് SYSന്റെയും നമ്മുടെ നേതൃത്വത്തിന്റെയും പ്രവർത്തനങ്ങൾ കാണുമ്പോ അൽഹംദുലില്ലാ, അങ്ങനൊരു പിളർപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ, പിളർപ്പ് ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നല്ലൊരു നേതൃത്വത്തിന്റെ പിന്നിലായി നല്ല ആനത്തത്തോടുകൂടെ ഞാനൊരു സുന്നിയാണ്, അല്ലേ? നോക്കി, ഇന്ന് ഞാനൊരു AP സുന്നിയാന്ന് പറയാൻ നമുക്ക് എന്തൊരു ആവേശ. നോക്കിങ്ങള്, ഈ കൗമിന് നമുക്ക് അറിയല്ലോ, ജാലട ജയിഞ്ചാല. എന്നോട് ഒരാൾ ചോദിക്കാണ്, ജയിഞ്ചാല ഞാൻ ഈ AP ആളാണെന്ന് 4 ആളെ മുഖത്തോക്കി പറയാൻ നമുക്കൊരു ആവേശാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വിഘടിത വിഭാഗത്തിലെ ഒരു പ്രവർത്തകനോട് ചോദിക്കാം, ഇജാല ഞാൻ ചെറിശ്ശേരിന്റെ ആളാണ്, തൊള്ളൊളിച്ചു അറിയില്ല, ഞാൻ നിങ്ങൾക്ക് തീർത്താണ്ട് പറയാം. ഇവിടെ ഒരു എസ്കക്കാരൻ പറയാം ഞാൻ ചെറിശ്ശേരിന്റെ ആളാണ്, പറയില്ല. അത് പറയാ അതിന് പറ്റിയൊരു നേതാവ് ഞങ്ങൾക്കില്ലാന്ന് ഇബൽക്കറിയാം. വഹാബ് സക്കാഫിയ നമ്മ അതിൽ പകരം വെക്കാൻ പറ്റിയ ഒരാളങ്ങട്ട് കാണിച്ചെന്നാ ഇന്ന് ഞങ്ങൾ നിങ്ങളൊപ്പം കൂടാ. നിങ്ങൾ പറയോ? ഞാൻ പറയും, ഇന്റെ നാട്ടില് ആരും ജയിന്റെ ആളാ, ഞാനൊരു AP സുന്നിയാണ്, ഞാൻ APന്റെ ആളാ. 4 ആളെ മോത്തോക്കിച്ച് പറയാൻ മാത്രം എന്താ നേതാവ്? 10 ആളെ മോത്തോക്കിച്ച് ഞാൻ AP ആളാണെന്ന് പറയാനുള്ള ഒരു ചങ്കൂച്ച നമുക്കുണ്ട്. കാരണം സമൂഹത്തിന് അറിയാം AP എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാം. നമ്മൾക്കുണ്ടാവോ? ഞാൻ ആലിക്കുറ്റുമൊയിലിയുടെ ആളാണ്, ഞാൻ ചെറിശ്ശേരിന്റെ ആളാണ്, ഞാൻ അമ്പലക്കടവിന്റെ ആളാണ്, ഞാൻ മറ്റോന്റെ ആളാണ് എന്ന് പറയാൻ ഒരു നേതാവിലേക്ക് ചേർത്തി ഞാൻ ആ നേതാവിന്റെ ആളാണെന്ന് പറയാൻ സംഘടനാപരമായി
ഇന്നും മറുപക്ഷത്തൊരാളില്ല. കാരണം അവർക്കറിയാം ഞങ്ങളെ കൂട്ടത്തില് ഒരു മനുഷ്യന്മാരെ മുമ്പ് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളില്ല എന്നറിയാം. പിന്നെ അതിനുള്ള ഒരു പരിഹാരമാണ് ഈ കന്നിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും. കാരണം കന്നിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമനെയും ആരുടെ മുമ്പിലും പറയാൻ മാത്രമുണ്ട്. അപ്പൊ പിന്നെ ഇവർക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ഇല്ലാതെയായപ്പോ പിന്നെ ഈ മരണപ്പെട്ടുപോയ മഹാരഥന്മാരെ മുമ്പിൽ കാണിച്ച് തടിവത്താക്കാനുള്ള ഒരു അവസ്ഥയാണ്. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് ആ ഒരു പിളർപ്പൊക്കെയും ഒരു നിലക്ക് പറഞ്ഞാൽ വളരെ ഗുണകരമാണ് എന്നാണ് ഇപ്പോൾ SYSന്റെയും നമ്മുടെ നേതൃത്വത്തിന്റെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ആ അഭിപ്രായം എല്ലാവർക്കും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം അന്നൊക്കെ എനിക്ക് ഇത്രയൊന്നും ചിന്തിക്കാൻ മാത്രമല്ല ഒരു പ്രായമൊന്നുമല്ല. കാരണം 89 വിഷയമാണല്ലോ. അതിന്റെ ശേഷം എത്രയോ വയസ്സ് എനിക്ക് കൂടിയിട്ടുണ്ട്. പക്ഷെ അന്നത്തേക്കായൊക്കെയും SYSന്റെയും SSFന്റെയും സമസ്തയുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോ ഈ ഒരു വിഭാഗത്തിന്റെ ഈ ആരാന്റെ ഈ അമ്മിയുടെ ചുവത്തിൽ ചുരുത്തിവെച്ച വാലുമായിട്ടാണ് ഈ മുന്നോട്ട് ഈ സമുദായത്തെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഈ ഒരു ഇസ്സത്ത് ഈ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും നിങ്ങളുടെ നാടുകളിലൊക്കെയും ഇവരിങ്ങനെ ഈ ശംസുൽ ഉലമന്റെയും കന്നിയത്ത് ഉസ്താദിന്റെയും മദ്ഹ് വല്ലാതെ പറയുമ്പോ മക്കൾ നിങ്ങളൊരു പണി ചെയ്യും. നിങ്ങൾ അത്ര കന്നിയത്ത് ഉസ്താദിനോടും ശംസുൽ ഉലമയോടും നിങ്ങൾക്ക് ഇത്ര സ്നേഹവും ആദരവും ഉണ്ടെങ്കിൽ ഒരു പണി ചെയ്താൽ നിങ്ങളെ മഹല്ലത്തിലുള്ള ആ ജുമായുടെ മുന്നത്തെ ആ പ്രസംഗം ഒന്നത് നിർത്താൻ പറഞ്ഞാൽ അത് കന്നിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും അത് അശദ് ഖറാഅത്താണെന്നും ഹറാമാണെന്നും ഓലില്ലാതെ നിസ്കരിക്കും പോലെയാണെന്നാണ്. അല്ലേ? ഓലില്ലാതെ നിസ്കരിക്കും പോലെയാണ് ജുമാഅത്തെ മുന്നത്തെ പ്രസംഗം എന്നാ ശംസുൽ ഉലമ പറഞ്ഞത്. വിഷയത്തെ ഗൗരവത്തില് ഇത്രയും ശക്തിയായി എതിർത്ത ഈ ഒരു കാര്യങ്ങളെ നടപ്പിൽ നിങ്ങളെ മഹല്ലത്തില് ഈ ഞങ്ങളുടെ മഹല്ലാണെന്ന് അവകാശപ്പെടുന്ന ഈ മഹല്ലത്തിൽ നിങ്ങൾക്ക് നടപ്പിൽ വരുത്താൻ വയ്യെങ്കിൽ പിന്നെ ഏത് കന്നിയത്ത് ഉസ്താദിന് ഏത് ശംസുൽ ഉലമനെയാണ് അംഗീകരിക്കുന്നത്? അപ്പൊ അബുസുനൂനൊക്കെ അറിയല്ലേ? നമ്മളെ കൊപ്പത്ത് ജുമാഅത്ത് വല്ലി ഓല്ലോ അവിടുത്തെ ഒരു ഖത്തീബുണ്ട്. എന്തൊരു തെറി! മഹാനായ കാന്തപുരം ഉസ്താദിനെയും ഒക്കെ തെറി വിളിക്കുന്ന ഇത്തരം ഒരു പച്ചത്തെറി. പേരുസ്താദ് പച്ചക്കറിയില്ല, പച്ചത്തെറിയുള്ളൂ. പക്ഷെ ഇവരൊക്കെയും മണിക്കൂറുകളോളമാണ് ജുമായുടെ മുന്നേ പ്രസംഗിക്കുന്നത്. ഈ ശംസുൽ ഉലമയെ വാനോലം പുകഴ്ത്തുന്ന ഇവരൊക്കെ ഒരു പ്രസംഗങ്ങളുണ്ട്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പണ്ഡിതനാണ് മഹാനായ കന്നിയത്ത് ഉസ്താദ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്തതാ മഹാനാണ് കന്നിയത്ത് ഉസ്താദ് എന്ന് വായ കൊണ്ട് വാനോലം പുകഴ്ത്തുമ്പോ ഈ കന്നിയത്ത് ഉസ്താദൊക്കെയും ശക്തിയായി എതിർത്ത ഈ ജുമുഅയുടെ മുന്നേ മണിക്കൂറുകളോളം ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത് ആ കന്നിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ആത്മാക്കൾ പൊറുക്കപ്പെടുകയില്ല എന്നുപോലും ചിന്തിക്കാനുള്ള മുഹ് ഇവർക്കില്ല എന്നുള്ളതാണ്. അങ്ങനല്ല യഥവർണ്ണപ്പാലല്ല എല്ലാ പള്ളിയിലും എന്നൊക്കെങ്ങള് അവർക്ക് തോന്നിയത്. ഈ ചെറുശ്ശേരി ദൈനുദ്ദീൻ മുസ്ലിയാരൊക്കെയും അദ്ദേഹത്തിന്റെ പരിശോധനയിലായി ഇറക്കിയ ഒരു പുസ്തകത്തിൽ പറയുന്നത് അത് ഖിലാഫുൽ അഫ്ളലുള്ളൂ, ഹറാമില്ല, കറാഹത്തില്ല, ഖിലാഫുൽ ഔലയില്ല. അതൊരു ഖിലാഫുൽ അഫ്ളൽ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ ലഘൂകരിക്കുകയാണ്. കാരണം അവർക്കറിയാം അവരംഗീകരിക്കുന്ന മഹല്ലത്തില് ഇത് പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ തന്നെ ആ മഹല്ല് കമ്മിറ്റി അംഗീകരിക്കൂല. അപ്പൊ അതിനൊക്കെയും വളരെ ലഘൂകരിച്ചു കാണുകയാണ്. ശംസുൽ ഉലമയുടെ പിൻഗാമിയായി ആ മഹാപണ്ഡിതൻ ഇരുന്ന കസാരയിലേക്കും ഇരിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവർ ആ മഹാനുഭാവന്മാര് പറഞ്ഞ എത്രയോ വലിയ കാര്യങ്ങളൊക്കെയും കാറ്റിൽ പരത്തുന്നല്ലേ. നമ്മൾ കണ്ടില്ലേ AP അബ്ദുൽ ഖാദർ മൗലവി തീർന്ന നേരത്തില് അല്ലെങ്കിൽ മരിച്ച നേരത്തില് കേരളത്തിലെ ഈ വിഭാഗത്തിന്റെ നേതാക്കന്മാര് പോയതും വന്നതും അതിനെ ന്യായീകരിച്ചതെല്ലാം ഇവരൊക്കെയാണോ ശംസുൽ ഉലമയെ അംഗീകരിക്കുന്നവർ? ഇവരാണോ കന്നിയത്ത് ഉസ്താദിനെ അംഗീകരിക്കുന്നവർ? അതുകൊണ്ട് എന്റെ പുതിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പുതുതായി നമ്മുടെ ക്ലാസ് റൂമിലൊക്കെയും KMICയിലൂടെ സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നവരോടൊക്കെയാ പറയുന്നത്.
കാരണം പലവരുടെയും കൽബിലെന്ത്, ഇവർക്ക് കന്നിയത്ത് ഉസ്താദിനോട് എതിരാണ്, ശംസുൽ ഉലമയോട് എതിരാണ്. വാസ്തവത്തില് ശംസുൽ ഉലമയോടും കന്നിയത്ത് ഉസ്താദിനോടും എതിര് കാണിക്കുന്നതും അവരെ ധിക്കരിക്കുന്നതും അവരെ ഫോട്ടോ വെച്ച് നടക്കുന്ന ഈ വിഭാഗമാണ്. അല്ലല്ലാതെ വാസ്തവത്തില് അവരുടെ ആശയവും ആദർശവും ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും പറയുകയും ജീവിതത്തിൽ പകർത്തുന്നതും യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്ന നൂറുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും പിന്നിൽ അണിനിരക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. അല്ലാഹു തആല ദീർഘകാലം ഇനിയും ആ നേതൃത്വത്തിന്റെ പിന്നിലായി പ്രവർത്തിക്കുവാനും മരണം ഖൈറാവുന്ന സമയത്ത് ഒരു ഖൈറായ നേരത്ത് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അൻവർ ഉസ്താദ് പോയോ? അതെ, നെറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.